ഹായ്, ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി ഞാൻ നട്ടിരുന്ന തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓണത്തിൻ്റെ സമയത്ത് വിളവെടുക്കാൻ പറ്റിയില്ല, തക്കാളി ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ, പഴുത്ത് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ പഴുത്ത് വന്നിട്ടുണ്ട്. എല്ലാനൊന്നും പഴുത്തിട്ടില്ല കേട്ടോ, എന്നാലും എല്ലാനും മൂത്ത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 തക്കാളി തൈയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിടിച്ച് കിട്ടിയത്. ഇത് കണ്ടു, ഇതിനൊക്കെ നിറച്ച് കായായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റൊരു തക്കാളി തൈയാണിത്, ഇതുമേ നിറച്ച് കായായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നട്ടുകൊടുത്ത വെണ്ടയാണ്. ഈ വെണ്ടയുടെ പ്രത്യേകത കണ്ടോ, എന്ത് പൊക്കാന്ന് നോക്കി. നമുക്കിതിപ്പോൾ പറിക്കാൻ കയ്യെത്താത്ത അത്ര പൊക്കായിട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇനി സ്റ്റൂളൊക്കെ ഇട്ട് കയറി പറിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിന്മേൽ ഉണ്ടാകുന്ന വെണ്ടയ്ക്ക കണ്ടോ, ഇതുപോലത്തെ ഒരു 4 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേ നോക്കി, നമുക്ക് കിട്ടിയേക്കണ വെണ്ടയ്ക്കയാണിത്.